ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഡയറക്റ്റഡ് ബൈ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ. ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണ്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നൊരു സിനിമയായിരുന്നു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര എന്താ പറയുക, ലെജൻഡറി എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ചെയ്ത സിനിമകൾക്കെല്ലാം പുള്ളി ഒരു സിഗ്നേച്ചർ കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ ഇപ്പം ഏറ്റവും പുതിയതായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള പടമാണ് വിഷു റിലീസാണ് ഈ പറയുന്ന ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറയുന്നത്. ഈ സിനിമയെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലോ അടിമുടി ദുരൂഹതയാണ് ഈ സിനിമയ്ക്കകത്ത് ഉള്ളത് എന്നുള്ളത് അത് അങ്ങനെ തന്നെയാണ്. ആ സിനിമയുടെ പേരും സിനിമയും തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉള്ള ഒരു സിനിമയായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. ഭയങ്കര കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കണക്ഷനാണ്. സിനിമയും ദുരൂഹമാണ്, അതേപോലെ തന്നെ സിനിമയുടെ പേരും ദുരൂഹമാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്നറിയോ? ഇതിനകത്തുള്ള കാസ്റ്റ്, അതായത് ഇതിനകത്തുള്ള കാസ്റ്റ് എന്ന് പറയുന്നത് കുഞ്ചാക്കോ ബോബൻ, ചിദംബരം, സജിൻ ഗോപു, ജാഫർ ഇടുക്കി, ഷാഹി കബീർ, രാജേഷ് മാധവന്, പൂജ മോഹൻരാജ്, ശരണ്യ ആർ നായർ, ദിലീഷ് പോത്തന്, സുധീഷ്, ദിവ്യ വിശ്വനാഥ്. ഇത്രയും ആൾക്കാരാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാസ്റ്റ് എന്ന് പറയുന്നത്. എൻ്റെ പൊന്നോ, ഇത്ര പെർഫെക്റ്റ് കാസ്റ്റ് വന്നിട്ടുള്ള ഒരു സിനിമ, പെർഫെക്റ്റ് കാസ്റ്റിംഗ്. അതിനകത്ത് പെർഫോമൻസ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ചാക്കോ ബോബൻ്റെയും ദിലീഷ് പോത്തൻ്റെയും സജിൻ ഗോപുവിൻ്റെയും പെർഫോമൻസ്, ഇതിനകത്ത് തന്നെ കുഞ്ചാക്കോ ബോബൻ്റെയും അതേപോലെ തന്നെ ദിലീഷ് പോത്തൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതായത് കുഞ്ചാക്കോ ബോബൻ നമ്മുടെ ഇതുണ്ടല്ലോ, ഇന്നാ താൻ കേസ് കൊടുന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ ഉണ്ട്. അതായത് പല്ലിലൊക്കെ ഒരു ഇത് വെച്ചിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ ആണല്ലോ അതിനകത്ത് പുള്ളി ചെയ്തേ. അപ്പോൾ വേഴ്സറ്റൈൽ ആയിട്ടുള്ള പല തരത്തിലുള്ള ക്യാരക്ടറുകൾ എടുത്ത് ചെയ്യാനുള്ള പുള്ളിയുടെ കപ്പാസിറ്റി നമുക്കറിയാം. അതിൽ വേറൊരു കൈൻഡ് ഓഫ് സാധനം തന്നെ സെറ്റ് ചെയ്തേക്കോ. അതായത് ഇങ്ങനെ ഒരു പേടിയുള്ള എന്നാൽ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള എന്നാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടുള്ള ഒരാളും അല്ല. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് മിസ്റ്ററി ഉള്ള ഒരു ക്യാരക്ടർ ഇതിനെ ചെയ്ത് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഈ പുള്ളിക്കല്ലാണ്ട് വേറെ ആർക്കും ഈ സാധനത്തിനെ ചെയ്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെങ്ങനെ ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ള കൺഫ്യൂസ്ഡ് ആയിപ്പോയി. നമുക്കൊരു ആൾട്ടർനേറ്റീവ് ഉണ്ടില്ല. നമ്മളിങ്ങനെ ആൾട്ടർനേറ്റീവ് ഇല്ല എന്നൊക്കെ നമ്മൾ കൂടുതലും പറയാറ് നമ്മൾ മമ്മൂക്കേൻ്റെയും അതേപോലെ തന്നെ ലാലേട്ടൻ്റെ ഒക്കെ സിനിമകളിലാണ് ഈ ആൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് സംസാരിക്കാറ്. ഈ ക്യാരക്ടർ ലാലേട്ടൻ അല്ലെങ്കിൽ പിന്നെ ആരാ, ഈ ക്യാരക്ടർ മമ്മൂക്ക അല്ലെങ്കിൽ പിന്നെ ആരാ എന്നുള്ള സാധനം. ഈ ക്യാരക്ടർ കുഞ്ചാക്കോ ബോബൻ അല്ലെങ്കിൽ പിന്നെ വേറെ ആരാ, അങ്ങനെ തോന്നിപ്പോയി. അങ്ങനത്തെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പെർഫോമൻസ് പുള്ളി. അതായത് ത്രൂ ഔട്ട് ആ ക്യാരക്ടറിന് ഒരു റെലവേഷൻ സംഭവിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോഴും ആ ക്യാരക്ടറിന് അടിസ്ഥാനപരമായിട്ട് ഉണ്ടാവുന്ന ചില മാനറിസംസും ചില സാധനങ്ങളും ഉണ്ടല്ലോ, അത് വിടാണ്ട് തന്നെ ആ ക്യാരക്ടറിന് ഒരു റെവലേഷൻ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് കാണാം. അതേപോലെ തന്നെ ദിലീഷ് പോത്തൻ, ഈ കുഞ്ചാക്കോ ബോബനായിട്ട് കട്ടക്ക് പിടിച്ച് നിൽക്കുകയാണ് ദിലീഷ് പോത്തൻ ഇതിനകത്ത്. ദിലീഷ് പോത്തൻ ഇതിനകത്ത് കണ്ണിനൊരു കോങ്കണ്ണൊക്കെ ആയിട്ടാണ് ദിലീഷ് പോത്തൻ ഉള്ളത്. ഇതിന്റെ പോസ്റ്ററൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനം പുള്ളി ഒരു തളർന്നിട്ടുള്ള ഒരാളായിട്ടാണ് ഇതിനകത്തുള്ളത്. അതായത് അരക്ക് താഴോട്ട് തളർന്ന് കിടക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ്. അതേപോലെ തന്നെ പുള്ളിയും ഇതേപോലെ തന്നെ കുറച്ച് കിളി പോയ കൈൻഡ് ഓഫ് ക്യാരക്ടറിനാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അതും ത്രൂ ഔട്ട് ഈ സാധനം പിടിച്ച് പോയേക്കുക എന്നുള്ളത്. നമുക്ക് ഇമോഷൻ കിട്ടേണ്ട സ്ഥലത്ത് നമുക്ക് കറക്റ്റ് ഇമോഷനും കിട്ടും. പിന്നെ അതേപോലെ തന്നെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഈ ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന ആ ദുരൂഹതയ്ക്ക് ഒരു തരത്തിലുള്ള കുറവ് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് കുറച്ചും കൂടെ ദുരൂഹതയുള്ള ഒരു മിസ്റ്റീരിയസ് ഒരു ഗ്രേ ക്യാരക്ടറായിട്ടാണ് ഇതിനകത്ത് ചിദംബരം വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെ ഈ പറയുന്ന കുഞ്ചാക്കോ ബോബനും ദിലീഷ് പോത്തനും താമസിക്കുന്ന വീട്ടിനകത്തേക്ക് ദുരൂഹമായിട്ട് കയറി വരുന്ന ഒരാളായിട്ടാണ് ഇതിനകത്ത് സജിൻ ഗോപു ഉള്ളത്. സജിൻ ഗോപു സിനിമ ഇങ്ങനെ പോകെയാണ് നമുക്ക് സജിൻ ഗോപു ആരാണെന്നുള്ളത് മനസ്സിലാവുക നമുക്ക്. അപ്പോൾ ആദ്യം നമുക്ക് സജിൻ ഗോപുവിനെ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നതും പിന്നീട് കഥ മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ സജിൻ ഗോപു ആരാന്നുള്ളത് റിവീൽ ചെയ്യുന്ന സമയത്തും
ആ ക്യാരക്ടർ റിവീൽ ചെയ്ത് വരുന്നതിനനുസരിച്ച് ആ ക്യാരക്ടറിനോട് നമുക്ക് തോന്നുന്ന അറ്റാച്ച്മെന്റ്, നമുക്ക് തോന്നുന്ന അപ്രോച്ചും ഡിഫറെന്റ് ആയിട്ട് വരും ഈ സിനിമക്കകത്ത് എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു മാജിക്കും ഈ സിനിമക്കകത്ത് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിനിമ, ഇത് സെറ്റ് ചെയ്തേക്കുന്നത് വയനാട് തിരുനെല്ലി ആ ഒരു ഭാഗത്താണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ മാവോയിസ്റ്റ് അറ്റാക്കും അതേപോലെ തന്നെ അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സാധനം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഈ മാവോയിസ്റ്റ് അറ്റാക്കുകളുടെ ഒക്കെ എന്താ പറയുക, ഒരു പൊളിറ്റിക്സ് കൂടെ വളരെ സബ്റ്റിലായിട്ട് ഈ സിനിമ സംസാരിച്ച് പോകുന്നുണ്ട്. ആരാണ് മാവോയിസ്റ്റ്, എന്താണ് അതിനെ മുതലെടുക്കുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു സെറ്റിങ്ങും കൂടെ ഈ സിനിമ സംസാരിച്ച് പോകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ജാഫർ ഇടുക്കിയാണ് പിന്നെ ഒരു കഥാപാത്രമായിട്ട് വന്നേക്കുന്നത്. പക്ഷെ ജാഫർ ഇടുക്കി അപ്പോഴും ജാഫർ ഇടുക്കിയായിട്ട് തന്നെ നമുക്ക് പല സ്ഥലത്തും കാണുന്നതെന്നുള്ളൊരു കാര്യം കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ ക്യാരക്ടറുകളും കാസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ പെർഫോമൻസസ് ഉള്ള പെർഫെക്റ്റ് കാസ്റ്റിംഗ് ഉള്ള ഒരു സിനിമ. ഇനി ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. അതായത് ചില ഹോളിവുഡ് സിനിമകളിലൊക്കെ ഇരുട്ടത്താണ് കാര്യം സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഇരുട്ടന്നെ ആയിരിക്കും. ഇതിനകത്തും അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഈ ദുരൂഹത നിലനിർത്താൻ വേണ്ടിയിട്ട് ക്യാമറ ആംഗിളുകൾ സെറ്റ് ചെയ്തേക്കുന്നതും അവിടുത്തെ ലൈറ്റ് സെറ്റ് ചെയ്തേക്കുന്നതെല്ലാം ഒരു ഡാർക്ക് ടോണിലാണ്. ഒരു ഡാർക്ക്നെസ് നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ കാണാൻ പറ്റും. ഒരു മങ്ങൽ ഇങ്ങനെ, പ്രത്യേകിച്ച് ഈ തിരുനെല്ലി ഭാഗത്ത് കൂടുതൽ മരങ്ങളുള്ള സ്ഥലത്തുള്ള ഷെയ്ഡും ആ ഷെയ്ഡ് ഉണ്ടാക്കുന്ന വെളിച്ചക്കുറവും ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത്. ഈ തോൽപ്പെട്ടി കർണാടകയിൽ നിന്ന് ഈ മദ്യം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും അതിന്റെ ചെക്കിങ്ങും, അപ്പൊ ആ സ്ഥലങ്ങളിലൊക്കെ കംപ്ലീറ്റ്ലി ഒരു ഡാർക്ക്നെസ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഒരു ഡാർക്ക് ഇങ്ങനെ ഇതിനകത്ത് എപ്പോഴും ഉള്ള പോലെ ഈ ക്യാമറയിൽ ഈ സെറ്റ് ചെയ്തേക്കുന്ന ഈ ലൈറ്റിങ്ങിലുള്ള ഡാർക്ക്നെസ്സും അതേപോലെ തന്നെ അതിന്റെ കൂട്ടത്തില് ക്യാമറ ആംഗിളും കൂടെ ആ മിസ്റ്ററീനെ, ദുരൂഹതയെ എഗെയിൻ ഇങ്ങനെ എലവേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ക്യാമറ സെറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. അതും എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ ഇതിനകത്ത്. പക്ഷേ നമുക്ക് എവിടെയെങ്കിലും നമ്മൾ ക്യാമറ ഇങ്ങനെ വെച്ചു, ഷോട്ടുകൾ ഇങ്ങനെ ചേഞ്ച് ആയി മാറുന്നു എന്നുള്ള ഒരു സാധനം ഇതിനകത്ത് നമുക്ക് തോന്നത്തില്ല. ആ ചേഞ്ചസ് ഇല്ലാതെയാണ് നമുക്കിതിങ്ങനെ ഭയങ്കര ഫ്ലോ ആയിട്ട് പോകുന്ന രീതിയിലുള്ള ഇതായിട്ട് തോന്നും. പിന്നെ ഇതിനകത്ത് സ്കോറാണ് അങ്ങനെ ഭയങ്കര മാസ്മരികമായിട്ടുള്ള കിടിലം ഒടുക്കത്തെ സാധനം എന്നൊന്നും നമുക്ക് ഇതിനകത്ത് പറയാനുള്ള. സിനിമ വൃത്തിക്ക് ആവശ്യപ്പെടുന്നത് എന്താണോ അത് മാത്രം കൊടുത്തിട്ടുള്ള, അത് മാത്രം കൊടുത്തിട്ടുള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് ഈ സിനിമയുടെ സ്കോർ തോന്നിയത്. പക്ഷേ ഒരു ഹോളിസ്റ്റിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. ഈ ഒരു ജോൺട്രേനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചിലപ്പം ഇത് നല്ല സിനിമയായിട്ട് തോന്നും. മാത്രമല്ല ഈ ഇടയ്ക്കിറങ്ങിയിട്ടുള്ള പുതിയ സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കുറച്ചും കൂടെ ഇഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. കാരണം മറ്റേത് ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ക്രിഞ്ച് ഫസ്റ്റ് ഉള്ള ഒരു സിനിമ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇതിനകത്ത്. പക്ഷെ ഇതിനകത്ത് ക്രിഞ്ചൊന്നുമില്ല. ഇതിനകത്ത് നമ്മൾ ചില നാടകത്തിലൊക്കെ ഈ മോണോ ആക്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ക്യാരക്ടറുകൾ പല തരത്തിലുള്ള ക്യാരക്ടറുകളായിട്ട് സ്വിച്ച് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി ഇതിനകത്ത് നമുക്ക് കാണാം. അത് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ചെയ്തത് കുഞ്ചാക്കോ ബോബനാണ്. അങ്ങനെ പെട്ടെന്ന് വേറൊരാളിൽ നിന്നും വേറൊരാളായിട്ട് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ഇതൊക്കെ ഭയങ്കര രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമ അവസാനിക്കുന്നതും ഒരു ദുരൂഹതയിൽ തന്നെയാണ്. എനിക്ക് ആ ക്ലൈമാക്സ് മാത്രമാണ് ഒരു കല്ലുകടിയായിട്ട് തോന്നിയത്. ഓക്കെ, അതായത് എവിടെയും സാറ്റിസ്ഫൈ ആയിട്ട് എവിടെയും കൊണ്ടുപോയിട്ട് ഈ സാധനം നിർത്തിയിട്ടില്ല. ഇതങ്ങനെ അങ്ങ് ഒരു ഫ്ലോയിൽ അങ്ങനെ അങ്ങ് പോയി ആ ദുരൂഹത വീണ്ടും നിലനിൽക്കുന്ന രീതിയിൽ തന്നെ സിനിമ അവസാനിച്ചു എന്നുള്ളതാണ് ഈ സിനിമയിൽ പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് ഈ ചിദംബരത്തിന്റെ ക്യാരക്ടർ, ചിദംബരം ഒരു ഗ്രേഷ്യായിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിൽ കൂടെ എവിടേക്കോ ഹനുമാൻ കൈൻഡിന്റെ ഒരു അപ്പിയറൻസ് പുള്ളിക്കുണ്ടായിരുന്നു. ചില ആംഗിളിലൊക്കെ നോക്കുമ്പോൾ ഇത് ഹനുമാൻ കൈൻഡ് ആണോ എന്ന് തോന്നിപ്പോകും നമുക്ക് ചിദംബരത്തിനെ കണ്ട. ചിദംബരം ആ രീതിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള തുടക്കം മുതൽ സിനിമയുടെ പേര് പോലെ തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ദുരൂഹതയിൽ നിർത്തുന്നു നമ്മുടെ ഓഡിയൻസിനെ എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത.